തുടർച്ചയായി ഓപ്പൺ ചെയ്ത വിൻഡോകൾ, അലങ്കോലമായി കിടക്കുന്ന ഹോം പേജ്, ക്ലോസ് ചെയ്യാതെ കിടക്കുന്ന ടാബുകൾ, അപ്ഡേറ്റ് ചെയ്യാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇടയ്ക്കിടെ കയറി വരുന്ന മാൽവെയറുകളും വൈറസുകളും, ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നതിനിടയിൽ ഒരു ദിവസം നമ്മുടെ കമ്പ്യൂട്ടർ ഹാങ് ആയി, ഒട്ടും പ്രതികരിക്കാതെ അനക്കമില്ലാതെ നിന്നുപോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സിസ്റ്റം റീസെറ്റ് ബട്ടൺ അമർത്തും, അല്ലേ? ജീവിതത്തിലും അങ്ങനെയുള്ള നിമിഷങ്ങൾ വരും. ജീവിതം ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടർ പോലെയാകും. ഒരു കാലത്ത് ആവേശം തന്നിരുന്ന നമ്മുടെ ജോലിയും പ്രവർത്തനങ്ങളും എല്ലാം ഒരേ പാതയിൽ ആവേശമില്ലാതെ അങ്ങനെ പോകുന്നതായി തോന്നും. ഇടയ്ക്ക് നമുക്ക് വഴിമുട്ടും. ചിലപ്പോൾ നമ്മൾ ക്ഷീണിക്കും. ചെയ്തുപോയ പഴയ തെറ്റുകൾ, നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ, ഇപ്പോഴുള്ള അസ്വസ്ഥത, ഇതെല്ലാം ഒരുമിച്ച് ജീവിതം തന്നെ ഹാങ്ങായ കമ്പ്യൂട്ടർ പോലെയാകും. ഇതിൽ നിന്നെല്ലാം ഒരു മോചനം നേടി ഒരു പുതിയ തുടക്കം വേണം എന്ന് തോന്നും. ആ ആഗ്രഹം തന്നെയാണ് ഇന്നത്തെ വിഷയം. നമ്മുടെ ജീവിതം റീസെറ്റ് ചെയ്യാം. ജീവിതം റീസെറ്റ് ചെയ്യുക എന്നാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതല്ല, മറിച്ച് കുറച്ചു സമയം ബ്രേക്ക് എടുത്ത് ശാന്തമായി വിശ്രമിച്ച് വഴികളെല്ലാം ക്ലിയർ ചെയ്ത് നമ്മുടെ യാത്ര വീണ്ടും തുടരുന്നതാണ്. ദിവസവും 30 മിനിറ്റ് സമയം കൊണ്ട് അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊരുമിച്ച് അന്വേഷിക്കാം. എന്തിനാണ് ലൈഫ് റീസെറ്റ് ചെയ്യുന്നത്? സിസ്റ്റത്തെ ബാധിക്കാതെ തടസ്സങ്ങൾ നീക്കി കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. എപ്പോഴാണ് ഒരു റീസെറ്റ് നമുക്ക് ആവശ്യമായി വരുന്നത്? ഒന്ന്, ക്ഷീണം തോന്നുമ്പോൾ. ഉദാഹരണത്തിന്, ജോലിയിൽ തന്നെ തുടർച്ചയായി ഒരേ റൂട്ടീൻ. രാവിലെ എണീറ്റാൽ ഓഫീസിലേക്കുള്ള ഓട്ടത്തിനായുള്ള തിരക്ക്, ഓഫീസിലെത്തിയാലോ ജോലി സമ്മർദ്ദം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര, തിരിച്ചെത്തിയാൽ വീട്ടുജോലി, ഉറക്കമോ വിശ്രമമോ ഇല്ലായ്മ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ഈ ദിനചര്യ തുടർച്ചയായി വരുമ്പോൾ ഒരിക്കൽ അത് നമുക്ക് സഹിക്കാനാവാത്ത ഭാരമായി മാറും. 2, വിജയിക്കുമ്പോൾ പോലുമുള്ള ശൂന്യത. മികച്ച ലക്ഷ്യങ്ങൾ നേടിയ ചിലർക്ക് പോലും ലക്ഷ്യത്തിൽ എത്തിയാൽ പിന്നെ ഇനി എന്ത് എന്ന ചോദ്യം ഉയരും. ലക്ഷ്യങ്ങളെല്ലാം തീർന്നപ്പോൾ ഉണ്ടാകുന്ന ശൂന്യത. 3, ജീവിതത്തിൽ സംഭവിച്ച വലിയ മാറ്റങ്ങൾക്ക് ശേഷം. ജോലി നഷ്ടപ്പെടുക, ഒരു സ്ഥലം മാറ്റം, പ്രിയപ്പെട്ടവരിൽ ഒരാളെ നഷ്ടപ്പെടുക, ഒരു ബ്രേക്കപ്പ്, ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ലോകം തലകീഴായി മാറ്റും. പിന്നീട് ജീവിതം എങ്ങനെ തുടരണം എന്ന് മനസ്സിലാകാതെ വരും. 4, സ്വയം അന്യമായി തോന്നുമ്പോൾ. നമ്മൾ ആരാണ്, എന്തിന് ജീവിക്കുന്നു എന്ന് പിടികിട്ടാതെ സ്വയം ആശയക്കുഴപ്പം വരുന്ന നിമിഷങ്ങൾ. ഓർക്കുക, ഇതെല്ലാം സാധാരണമാണ്. ഈ പ്രശ്നങ്ങളും സാഹചര്യങ്ങളുമെല്ലാം മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രശ്നം ഇതിലല്ല, നമ്മൾ ഈ പ്രശ്നങ്ങളിൽ കുടുങ്ങി പരിഹാരമില്ലാതെ നിൽക്കുന്നതാണ്. അതിനാൽ ലൈഫ് റീസെറ്റ് എന്നത് നമ്മൾ നമ്മളോട് തന്നെ കാരുണ്യം കാണിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അത് പിന്നീടുള്ള സന്തോഷകരമായ നമ്മുടെ ഭാവി നിർണയിക്കുന്ന തീരുമാനമാണ്. ഇനി മുതൽ എൻ്റെ ജീവിതത്തിന്റെ കൺട്രോൾ എൻ്റെ കയ്യിലാണ് എന്ന് തീരുമാനിക്കുന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ ജീവിതം റീസെറ്റ് ചെയ്യുക? ഇതൊരു ഒറ്റമൂലിയൊന്നുമല്ല, പക്ഷേ ഘട്ടം ഘട്ടമായുള്ള ചില മാർഗങ്ങൾ നമുക്ക് പിന്തുടരാം. 1, ഒരു ബ്രേക്ക് എടുക്കുക, ശ്വാസം വിടുക, വിശ്രമിക്കുക. ആദ്യം ചെയ്യേണ്ടത് തിരക്ക് പിടിച്ച നമ്മുടെ ഓട്ടം ഒരു ദിവസത്തേക്കെങ്കിലും മാറ്റി നിർത്തുക എന്നതാണ്. ഒരാഴ്ചയിൽ വിശ്രമിക്കാൻ ഒരു ദിനം മാറ്റിവെക്കുക. ഒരു ദിവസം, അല്ലെങ്കിൽ കുറഞ്ഞതൊരു 1/4 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി മാത്രം ഒറ്റയ്ക്ക് ചെലവഴിക്കാനുള്ള സമയം നിർബന്ധമായി കണ്ടെത്തുക. നമ്മുടെ ഫോൺ ഓഫ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ നിന്ന് ലോഗൌട്ട് ആവുക, നമുക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലത്തിരിക്കുക, ഒന്നും ചെയ്യാതെ വെറുതെ. നമ്മുടെ മനസ്സിൽ വിവിധ ചിന്തകൾ തിരമാലകൾ കണക്കെ വന്നേക്കാം. അതിനെ അതിൻ്റെ പാട്ടിന് വിടുക. നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പതുക്കെ പതുക്കെ ചിന്തകൾ വഴിമാറി നമ്മൾ നമ്മുടെ ശ്വാസഗതി മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സമയം വരും. ഇത് സിസ്റ്റത്തിന് ഒരു കൂൾ ഡൗൺ സമയമാണ്. 2, പഴയ ഫയലുകൾ ക്ലിയർ ചെയ്യുക. ഇപ്പോൾ തന്നെ ഒരു നോട്ട്ബുക്ക് എടുക്കുക, 2 കോളങ്ങൾ വരയ്ക്കുക. ഒന്നാമത്തെ കോളം നമ്മൾ ഉപേക്ഷിക്കേണ്ട, മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. വിഷാദകരമായ ഓർമ്മകൾ, വിഷമിപ്പിക്കുന്ന ബന്ധങ്ങൾ, മാറ്റാൻ ആഗ്രഹിക്കുന്ന ദുശ്ശീലങ്ങൾ, നെഗറ്റീവ് വിചാരങ്ങൾ, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരു ഭാരമായി കൊണ്ടു നടക്കുന്ന വിവരങ്ങളെല്ലാം ഈ കോളത്തിൽ എഴുതി
അതിനെ തൽക്കാലം നമ്മുടെ മനസ്സിൽ നിന്ന് ഇറക്കി വെക്കുക. ഈ കോളം നമ്മുടെ ഡിലീറ്റ് ലിസ്റ്റാണ്. ഇനി രണ്ടാമത്തെ കോളം, അതിൽ എന്താണ് നാം സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന ലിസ്റ്റാണ്. നമ്മുടെ മികവുകൾ, കഴിവുകൾ, ശക്തി, നമുക്ക് സഹായകരമായ നല്ല ബന്ധങ്ങൾ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ, ഇതെല്ലാം ഈ കോളത്തിൽ കുറിക്കാം. ഇതാണ് നമ്മുടെ അസറ്റ്. ഈ എഴുത്ത് വളരെ പ്രധാനമാണ്. കാരണം നമ്മുടെ മനസ്സിലെ കുഴപ്പങ്ങൾക്കെല്ലാം ഇപ്പോൾ നമുക്ക് കൃത്യമായ ഒരു രൂപം കിട്ടുന്നു. നമ്മുടെ കഴിവുകളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സങ്കടങ്ങളും ദുശ്ശീലങ്ങളും എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു, അലങ്കോലമായ ഫയലുകൾ പോലെ. ഇപ്പോൾ നമ്മൾ അതെല്ലാം അടുക്കി പെറുക്കി 2 ഫോൾഡറുകളിലായി ക്രമീകരിച്ചു. അടുത്ത പടി എന്താണ്? നമ്മുടെ ഡിലീറ്റ് ലിസ്റ്റ് കീറിക്കളയുക. ഒറ്റയടിക്ക് ചിലപ്പോൾ നമുക്ക് ഇതെല്ലാം മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരാം. അത് തൽക്കാലം നമ്മുടെ മനസ്സിന്റെ റീസൈക്കിൾ ബിന്നിൽ കിടക്കുന്നുണ്ടാകാം. സാരമില്ല, നമ്മുടെ കൺമുന്നിൽ ഇപ്പോൾ അതില്ല. നമ്മുടെ അസറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഫോക്കസ് ചെയ്യുക. എപ്പോഴെല്ലാം നമ്മൾ ഒഴിവാക്കിയ ഈ കാര്യങ്ങൾ റീസൈക്കിൾ ബിന്നിൽ നിന്ന് റീസ്റ്റോർ ചെയ്യപ്പെട്ട് നമ്മുടെ മനസ്സിന്റെ ഹോം പേജിൽ വീണ്ടും വരുന്നു, അപ്പോഴെല്ലാം ഈ പ്രവൃത്തി ആവർത്തിക്കുക. പതുക്കെ പതുക്കെ നമ്മുടെ ഡിലീറ്റ് ലിസ്റ്റ് പൂർണ്ണമായും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. 3. റീഡിഫൈൻ. ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ അസറ്റ് ലിസ്റ്റ് മാത്രമേയുള്ളൂ. ഇനി എന്ത് വേണമെന്ന് നോക്കാം. ഇവിടെയാണ് സ്മാർട്ട് ലക്ഷ്യങ്ങൾ സഹായകരമാകുന്നത്. എന്താണ് സ്മാർട്ട് ലക്ഷ്യങ്ങൾ? എസ് എന്നാൽ സ്പെസിഫിക്. സുഖമായിരിക്കണം, ആരോഗ്യം വേണം എന്നല്ല നമ്മുടെ ലക്ഷ്യം ആകേണ്ടത്. ദിവസം അരമണിക്കൂർ നടക്കാൻ പോകും, സ്കിപ്പിംഗ് ചെയ്യും, വ്യായാമം ചെയ്യും എന്ന് കൃത്യമായി വേണം ലക്ഷ്യം. മെഷറബിൾ. പണം ലാഭിക്കണമെന്നല്ല, മാസം 5000 രൂപ, 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ സേവ് ചെയ്യണം എന്നാകണം ലക്ഷ്യം. എ. അച്ചീവബിൾ. പുതിയ ഭാഷകൾ പഠിക്കണമെന്നല്ല, അടുത്ത 6 മാസത്തിൽ ഒരു ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കും, അടുത്ത 1 വർഷത്തിനുള്ളിൽ 15 പുസ്തകങ്ങൾ വായിക്കും എന്നൊക്കെ നമുക്ക് സാധ്യമായ ലക്ഷ്യങ്ങൾ വേണം നിർണ്ണയിക്കാൻ. 6. റെലവന്റ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നതാകണം. ടി. ടൈം ബൗണ്ട്. ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി ഒരു ഡെഡ് ലൈൻ നിശ്ചയിക്കണം. ലക്ഷ്യങ്ങൾ വലുതായിരിക്കണമെന്നില്ല, ചെറുതായി തുടങ്ങാം. ഒരു പുതിയ ഹോബി, ഒരു ഓൺലൈൻ കോഴ്സ്, ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങൽ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കും. 4. ആക്ഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഒരു ചെറിയ പടി കൂടി. ഇന്ന് തന്നെ ഈ പോഡ്കാസ്റ്റ് അവസാനിച്ച ഉടൻ ആ നോട്ട്ബുക്കിൽ എഴുതിയ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യാം. ജിമ്മിൽ ചേരാൻ പോകുന്നവർ ഒരു ചെറിയ നടത്തത്തിൽ തുടങ്ങുക. പുസ്തകം വായിക്കാൻ പോകുന്നവർ അതിൻ്റെ ആദ്യ അധ്യായം വായിക്കുക. ഇങ്ങനെ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്ക് മൊമെന്റം ഉണ്ടാകും. അത് തന്നെ നമ്മളെ അടുത്ത പടിയിലേക്ക് കൊണ്ടുപോകും. ജീവിതം റീസെറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുഴപ്പങ്ങൾ സ്വാഭാവികമാണ്. എല്ലാം നമ്മൾ കരുതുന്നത് പോലെ സ്മൂത്തായി നടക്കില്ല. വീണ്ടും പഴയ ശീലങ്ങൾ തിരിച്ചു വരാം. വീണ്ടും നമ്മൾ തോൽക്കാം. അതെല്ലാം ഓക്കെയാണ്. തിരിച്ചെഴുന്നേൽക്കുക. റീസെറ്റ് ഒരു സിംഗിൾ ഇവന്റ് അല്ല, ഒരു പ്രക്രിയയാണ്. അന്യരോട് കരുണ കാണിക്കണമെന്നും അവരുടെ പിഴവുകൾ ക്ഷമിക്കണമെന്നും നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ നമ്മളോട് കരുണയുള്ളവരായിരിക്കുക. നമ്മൾ നമ്മളോട് തന്നെ ഏറ്റവും കഠിനമായി സംസാരിക്കുന്നവരാണ്. നീ ഒന്നും ചെയ്യില്ല, നീ തോൽക്കും എന്നാണ് നമ്മൾ നമ്മുടെ മനസ്സിനോട് പതിവായി പറയുന്നത്. ഈ ശബ്ദത്തിന് പകരം മനസ്സിന് ഒരു നല്ല സുഹൃത്തിനെ പോലെ കാണാനും സംസാരിക്കാനും ശ്രമിക്കുക. ഓക്കെ, ഇത് തെറ്റായിപ്പോയി, പക്ഷേ നമുക്ക് വീണ്ടും ശ്രമിക്കാം എന്ന് സ്വയം പറയുക. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾക്ക് സഹായം തേടുക. എല്ലാം പരിഹരിക്കേണ്ടത് നമ്മൾ ഒറ്റയ്ക്കാവണമെന്നില്ല. ഒരു നല്ല സുഹൃത്ത്, കുടുംബാംഗം, ആവശ്യമെങ്കിൽ ഒരു കൗൺസിലർ എന്നിവരോട് തുറന്നു സംസാരിക്കുക. 30 മിനിറ്റിൽ നമുക്ക് ജീവിതം റീസെറ്റ് ചെയ്യാൻ ഒരു തുടക്കമിടാം. ജീവിതം പൂർണ്ണമായും റീസെറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായ സമയമെടുക്കുക. ഒരു രാത്രിയിൽ ജീവിതം മാറില്ല. ഓരോ ചെറിയ വിജയവും ആഘോഷിക്കാം. നമ്മൾ എടുത്ത ഓരോ ചെറിയ നടപടിയും ഒരു വിജയമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതം റീസെറ്റ് ചെയ്യുക എന്നത് ധൈര്യമുള്ള ഒരു തീരുമാനമാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ കീബോർഡിൽ Ctrl-Alt-Delete അമർത്തുന്നത് പോലെയാണ്. ടാസ്ക് മാനേജർ തുറന്നു വരുമ്പോൾ എന്താണ് നമ്മെ മന്ദഗതിയിലാക്കുന്നത് എന്ന് കാണാനും അത് എൻഡ് ടാസ്ക് ചെയ്യാനും
പുതിയതായി എന്തെങ്കിലും തുടങ്ങാനുമുള്ള ഒരു സാധ്യത. ഓർക്കുക, നമ്മുടെ ജീവിതത്തിന്റെ പ്രോഗ്രാമർ നമ്മൾ തന്നെയാണ്. പുതിയ കോഡ് എഴുതാനുള്ള അധികാരം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്.